ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് ഞാൻ ഈ ഇരുട്ടത്ത് നിൽക്കണേന്നായിരിക്കും നമ്മുടെ ഡൗട്ട് ഉണ്ടാവുക. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്. അത് അപ്പം വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരുക്കങ്ങളൊക്കെ കാണും. ഇപ്പം അകത്ത് നമ്മുടെ പിണ്ടി, നമ്മൾ ഇരിങ്ങാലക്കുട ഭാഗത്ത്, അതായത് തൃശ്ശൂർ ഭാഗത്ത് മാറണ. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അകത്ത് പോയിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അകത്ത് സീരിയൽ വെച്ചേക്കാണ്, ഞാൻ പറയുന്നതൊന്നും കേൾക്കൂല. അപ്പം അപ്പം നമ്മുടെ ഇവിടെയൊക്കെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ പിണ്ടി പെരുന്നാളാണ്. അതായത് നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്, നമ്മളിങ്ങനെ വാഴയൊക്കെ വെച്ചിട്ട്. അപ്പം പറഞ്ഞേ എന്താ പിണ്ടി പെരുന്നാളെന്ന്? അപ്പാ പറയേ, വാഴയൊക്കെ വെച്ചിട്ട് ഒന്ന് പറയടോ. ഞാൻ വ്ളോഗ് എടുക്കണ്ട. പിണ്ടി പെരുന്നാളിനെ പറ്റി പറഞ്ഞോ. പിണ്ടി പെരുന്നാൾ പറഞ്ഞാല് വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ ഒരു ചരിത്രമാണ് പിണ്ടി പെരുന്നാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളെ പള്ളിയിൽ അവസരന്റെ പള്ളിയാണ്. അവിടെ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയും അവസരന്റെയും 3 പേരെയും സംയുക്തമായി തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ 8-ാം പടത്തിന് ഞങ്ങൾ വലിയ മനോഹരമായി റൂട്ട് സജ്ജീകരിക്കുന്നുണ്ട്. അല്ല, ഒരു പബ്ലിസിറ്റി അപ്പൊ ആ വിശേഷങ്ങളാണ് ഇപ്പം. അകത്ത് പിണ്ടിയുടെ പരിപാടിയും വേറൊരു പരിപാടിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. 6 വർഷത്തിൽ കാണാത്തൊരു പരിപാടി അകത്ത് നടക്കാനുണ്ട്. മിക്കവാറും ഇപ്പം ഞെട്ടും. കാരണം എന്താണെന്നറിയോ, സിജിമോൻ ഇന്നേ വരെ നമ്മുടെ വീട്ടിൽ ഇപ്പം എന്താ പറയുക, മാല ബൾബൊക്കെ ഇടും നമ്മൾ പെരുന്നാൾക്ക്. ഞാൻ ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്തൊക്കെ പോയപ്പോൾ അവിടെയൊന്നും പെരുന്നാൾക്കൊന്നും മാല ബൾബൊന്നും വീട്ടിലിടില്ല. അത് കൂടി നമ്മുടെ എന്താ പറയുക, ക്രിസ്മസിന് മാത്രമേ മാല ബൾബ് ഇടുള്ളൂ. പക്ഷെ നമ്മളിവിടെ അങ്ങനെയൊന്നുമല്ല. നമുക്കിവിടെ പെരുന്നാളിന് നമ്മൾ വീട്ടിൽ മാല ബൾബ് ഇടും. അപ്പോൾ വീട്ടിൽ ഇച്ചാൻ അങ്ങനെ ഇടാറൊന്നുമില്ല. എറണാകുളത്ത് വീട്ടിലിടാറില്ല. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കണ കണ്ടിട്ട് അമ്മ എമ്പരപ്പ് ചീത്ത ആളിനെ ഇപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് മാല ബൾബ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കും കൂടി ഉണ്ട് കേട്ടോ. നല്ല രസമായിരിക്കും. നമുക്കിപ്പോൾ വീഡിയോസ് ബാക്കിയൊക്കെ കാണാം. ചീത്ത കേട്ടോ ഇച്ചായ. മറ്റേ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കണേ. റൂമിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട്. സൂപ്പർ സൂപ്പർ. ഇത് ചുമപ്പ്. ഇതേതാ? ദൈവത്തിനറിയാം. ഇത് അസിസ്റ്റന്റ് ആണോ നിങ്ങളുടെ? ഒരു അസിസ്റ്റന്റ് ഉള്ളോ? മഞ്ഞ മഞ്ഞ മഞ്ഞ. ഈ സീരിയൽ വെച്ച കാര്യം ഞാൻ പറയുന്നത് ഒന്നും കേൾക്കില്ല. ഒരു ചെറിയ കുത്തുവിളക്ക് വാങ്ങിക്കൊടുത്താൽ അതിന് പോലും ആൾക്കാര് നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും നല്ല വെറൈറ്റി പിണ്ടികളാണ് കേട്ടോ കുത്താറ്. അതിൻ്റെ കാരണം വേറൊന്നുമില്ല, നമ്മുടെ അപ്പനമ്മയ്ക്കും നല്ല സൂപ്പറായിട്ട് പിണ്ടി കുത്താനായിട്ട് അറിയാം. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ പിണ്ടി പെരുന്നാൾ വരുമ്പോൾ കുത്തി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് പ്രൈസൊക്കെ കിട്ടാറുണ്ട്. സോ അവരത് ഭംഗിയായിട്ട് ചെയ്യുന്ന കാരണം നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേപ്പറിലൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് എൻ്റെ ഡ്യൂട്ടി. കാരണം ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മയുടെ അത്രയും പെർഫെക്ഷൻ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അത് കാരണം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പനെ നോക്കാൻ വേണ്ടി ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൻ മുകളിൽ മാല ബൾബ് ഇടാണ്. ജാനും ചച്ചുമോനും ഉണ്ട് കേട്ടോ അവിടെ. ചച്ചുമോൻ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, അമ്മേ അപ്പാപ്പ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാപ്പ മുകളിൽ മാല ബൾബ് ഇടാണ്, നീ പോയി കണ്ടു പഠിച്ചോ, അപ്പോൾ നിനക്ക് വലുതാകുമ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് ഇടാലോ എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കയറി വന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ കയറി വന്നപ്പം ആൾ ബോൾ കണ്ടു. പിന്നെ ബോളുകളായി. അപ്പോൾ ഇച്ചാനും ചച്ചുമോനും ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ കാര്യമായിട്ടുള്ള പണിയിലാണ്. ഞാൻ അപ്പനെ അധികം ഡിസ്റ്റർബ് ചെയ്യണില്ല. കാരണം അപ്പൻ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട്.
അപ്പം ഞാനിവിടെ നിന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ അധികം നമുക്ക് അപ്പനെ ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്കപ്പോൾ താഴത്തേക്ക് പോകാം. സോറി താഴത്തേക്കല്ല, നമുക്ക് നാളെയാണ് കേട്ടോ. കാരണം നമ്മളിത് ഒറ്റ ദിവസത്തെ ഒരു വ്ളോഗല്ല, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വീഡിയോസ് ഞാൻ ഒറ്റ വ്ളോഗാക്കിക്കുന്നതാണ്. അപ്പം അമ്മ നമ്മുടെ പിണ്ടിയിലേക്കുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ് കേട്ടോ. എനിക്ക് ഈ ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആനിമ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്നുണ്ട്. ആനിമേനും നമ്മുടെയൊക്കെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേപ്പർ ഇങ്ങനെ കുഞ്ഞി പേപ്പറൊക്കെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ കൊടുക്കാം. അതുപോലെ ഈ മറ്റേ ഈർക്കിലിയിലാണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈർക്കിലിയിലേക്ക് ഇങ്ങനെ പേപ്പറാക്കി കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അമ്മ അതിങ്ങനെ ഭംഗിയിലാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സും ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. ഞാനപ്പോൾ ഈ ഫ്ലവർ ഞാൻ നമ്മുടെ പിണ്ടിൽ കുത്തി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, വേറെ ആൾക്ക് എനിക്ക് തന്നു വിടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുപോയിട്ടും കാര്യമില്ല, കാരണം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പേപ്പറിൻ്റെ ഫ്ലവറാണ്, സോ മങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ. നമ്മൾ മഴ ബൾബും ഇട്ടിട്ടുണ്ട്. സോറി, ഫൈനൽ ലുക്ക് ആയിട്ടില്ല, നമ്മുടെ പിണ്ടി കൂടി കുത്തിയാലാണ് നമുക്ക് ഫൈനൽ ലുക്ക് ആവുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ വീടിന് നമ്മൾ ഫുൾ വൈറ്റ് ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേലിയും ഒക്കെ നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അപ്പം കുറച്ച് പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ തൂങ്ങിക്കിടക്കുന്ന ആ ലൈറ്റൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ചാക്കി ഇങ്ങനെ നല്ല ഭംഗിയിൽ തൂക്കിയിടണം. ഇതാണ് കേട്ടോ നമ്മുടെ പിണ്ടിയുടെ ബേസ് വരുന്നത്. ഇത് നമ്മൾ നേരെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തു ഗൈസ്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പിണ്ടി പെരുന്നാൾ പ്രിപ്പറേഷൻ വീഡിയോ. അപ്പോൾ നമുക്കിത് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.